അന്തർദേശീയ വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള റഹ്മാൻ അൽത്താനിക്ക് വൈറ്റ് ഹൌസിൽ അത്താഴ വിരുന്ന് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖത്തറിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ഓഫീസിന് നേരെ ഇസ്രായേൽ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച. ഗൾഫ് മേഖലയിലെ ശക്തരായ സഖ്യകക്ഷികളുമായി അനുനയത്തിനുള്ള ശ്രമം തുടരുകയാണ് അമേരിക്ക. അതേസമയം ദോഹയിലെ ആക്രമണങ്ങളിൽ നിന്നും മൊസാദ് പിന്മാറിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആക്രമണങ്ങൾ ബന്ദിമോചനത്തെ ബാധിക്കുമെന്ന മൊസാദിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണത്തിന് അനുമതി നൽകിയതെന്നാണ് റിപ്പോർട്ട്. വൈറ്റ് ഹൌസിൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തിയ ട്രംപ് ദോഹയിലെ ഇസ്രായേലിന്റെ ഏകപക്ഷീയ ആക്രമണങ്ങളിൽ അതൃപ്തി അറിയിച്ചതായാണ് റിപ്പോർട്ട്. കൂടിക്കാഴ്ചയിൽ ഗാസയിലെ മധ്യസ്ഥ ചർച്ചകളുടെ ഭാവിയും US ഖത്തർ പ്രതിരോധ സഹകരണവും ചർച്ചയായതായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. പോർട്ടസിൽ ഒരുക്കിയ അത്താഴ വിരുന്നിൽ പങ്കെടുത്ത ഖത്തർ പ്രധാനമന്ത്രി പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായും സംസാരിച്ചു. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് വൈസ് പ്രസിഡന്റ് JD വാൻസുമായും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും ഖത്തർ പ്രധാനമന്ത്രി 1 മണിക്കൂർ നീണ്ട ചർച്ചകൾ നടത്തിയിരുന്നു. ദോഹയിലെ ആക്രമണങ്ങൾ അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ താൽപര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതല്ല എന്ന് കൂടിക്കാഴ്ചയിൽ ട്രംപ് വ്യക്തമാക്കിയതായാണ് വിവരം. ബന്ദിമോചനത്തെ പ്രതിസന്ധിയിലാക്കിയ ആക്രമണം മൊസാദിന്റെ എതിർപ്പ് മറികടന്നായിരുന്നു എന്ന റിപ്പോർട്ടും ഇതിനിടെ പുറത്തുവന്നു. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയെ വധിച്ച ഇറാനിലെ ഓപ്പറേഷന് സമാനമായ ആക്രമണമാണ് ഇസ്രായേൽ ആദ്യം പദ്ധതിയിട്ടിരുന്നതെന്നും മൊസാദിന്റെ പിന്മാറ്റത്തോടെയാണ് ഷിൻബെറ്റ് മേൽനോട്ടം വഹിച്ച വ്യോമാക്രമണം നടത്തിയതെന്നുമാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട്. ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയാണ് ഷിൻബെറ്റ്. വിദേശത്തെ ഓപ്പറേഷനുകൾ ചാര ഏജൻസിയായ മൊസാദിന്റെ മേൽനോട്ടത്തിലാണ് നടപ്പാകാറുള്ളത്. എന്നാൽ ഖത്തറുമായുള്ള മൊസാദിന്റെ ബന്ധത്തിനും ബന്ദിമോചന ചർച്ചകൾക്കും ആക്രമണം തിരിച്ചടിയാകുമെന്ന് ചൂണ്ടിക്കാട്ടി മൊസാദ് ദൌത്യത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് റിപ്പോർട്ട്. മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയ, IDF മേധാവി ഇയാൽ സമീർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനേഗ്ബി എന്നിവർ ആക്രമണത്തിനെതിരായിരുന്നുവെന്ന് ഇസ്രായേലിലെ ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സിന്റെയും സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർമറിന്റെയും ഷിൻബെറ്റ് തലവന്റെയും പിന്തുണയോടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ദൌത്യവുമായി മുന്നോട്ടു പോവുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.